സമയം കൊടുക്കണം. നമ്മുടെ ഒപ്പം ഈ വളരുന്ന മക്കൾക്ക് നിൽക്കാനുള്ളൊരു സമയം നമ്മൾ അവർക്ക് കൊടുത്തേ തീരൂ. യാത്ര പറഞ്ഞിറങ്ങുന്നതിന് ഇപ്പോൾ ഒരു ഫോട്ടോ എടുക്കുന്നത് പതിവാണ്. എല്ലാവരെയും ഇരുത്തി ഞാനവിടെ ഫോട്ടോ എടുത്തു കഴിഞ്ഞവിടെ അന്നാറോസ് അച്ചാച്ചൻ്റെ ഫോട്ടോയും കൂടെ വേണമല്ലോ, അച്ചാച്ചൻ അവിടെ പോയിരിക്കുക. അന്നാറോസ് അത്രയും പറഞ്ഞപ്പോഴേക്കും ഫോൺ ഓണാക്കി കൊടുത്ത് അമ്മ ചേച്ചിയായിരുന്നു. ഞങ്ങളുടെ എല്ലാവരുടെയും ഫോട്ടോ അന്നാറോസ് എടുത്തു. ആ ഫോട്ടോ ഈ വീഡിയോയുടെ അവസാനം ഞാൻ കൊടുക്കുന്നുണ്ടേ. ഞങ്ങളെ കാണാൻ വന്ന ഇവർ നല്ല തിരക്കിലാണ് നിൽക്കുന്നത്. 5-6 വീടെന്ന് ഇവർക്ക് കവർ ചെയ്യാനുണ്ട്. എന്നാൽ 5 മിനിറ്റ് ആ കൊച്ചിൻ്റെ ഇഷ്ടത്തിന് വേണ്ടി അവർ മാറ്റി വെച്ചപ്പോൾ ഉണ്ടല്ലോ, അത്രയും ആളുകളുടെ മുമ്പ് നിവർന്ന് നിൽക്കാൻ കിട്ടിയ ഒരു അവസരവും ഒപ്പം അവളുടെ ക്രിയേറ്റിവിറ്റിക്ക് കിട്ടിയ നല്ലൊരു പ്രോത്സാഹനവും. അതോടൊപ്പം അവരിങ്ങനെയും കൂടെ കൂട്ടിച്ചേർത്തു, അന്നാറോസ് നീ മിടിക്കുകയാണല്ലോ, നന്നായിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ടല്ലോ. ഈ പറഞ്ഞ വാക്ക് ഞങ്ങളെല്ലാവരും മറന്നിരിക്കാം, പക്ഷേ ആ കുഞ്ഞു മനസ്സിന് ഒരിക്കലും മറക്കാൻ പറ്റുകയില്ലെന്ന് മാത്രമല്ല, നാളെ ആ വാചകത്തിന് മുമ്പിൽ അവൾ കാട്ടാൻ പോകുന്ന അത്ഭുതങ്ങൾക്ക് ഞങ്ങൾക്കെല്ലാവർക്കും ചെറിയ റോളുണ്ടായിരിക്കും. എനിക്ക് തോന്നുന്നു എല്ലാവരും ഒന്നിച്ച് നിൽക്കുന്നിടത്താണ് ഒരു കൊച്ച് എല്ലാ തരത്തിലും വളർന്നു വരുന്നത്. വീടിൻ്റെ ഒരു സൈഡ് പുഴയാണ്. ആര് വീട്ടിൽ വന്നാലും അവരെയും കൊണ്ട് പുഴ എത്തിക്കുക എന്നുള്ളത് അന്നാറോസിൻ്റെയും കൂടെ ഉത്തരവാദിത്വമാണ്. പുഴ കണ്ടു, കാട് കണ്ടു, കുളിച്ചു, മറിഞ്ഞു, സന്തോഷിച്ചു. കുഞ്ഞുമക്കളുടെ ലാംഗ്വേജ് മനസ്സിലാവുന്നവരുമായിട്ടായിരിക്കണം അവരും ഇടപഴകേണ്ടത്. കാരണം മക്കൾ വെക്കുന്ന ഓരോ ചുവടിനും അവരുടെ ഒപ്പം നടക്കുന്നവർക്കും വലിയ പങ്കുണ്ടേ. ഞാൻ ഓർക്കുവാണ് നന്ദിയോടെ, ഈ കാലങ്ങളിൽ ഒരുപാട് ആൾക്കാർ വീട്ടിൽ വരാറുണ്ട്. എടുത്തു പറഞ്ഞാൽ കുറേ നല്ല മനുഷ്യരൊക്കെ വീട്ടിൽ വന്നിങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഉണ്ടല്ലോ, കുറച്ചും കൂടെ നല്ല മനുഷ്യരായി ജീവിക്കാൻ വേണ്ടിയുള്ള വലിയ ചലഞ്ചാണ് മനസ്സിലേക്ക് വരുന്നത്. പറഞ്ഞതുപോലെ കുഞ്ഞു കണ്ണിൽ വിരിഞ്ഞ നല്ല ഫോട്ടോയാട്ടോ ഇത്. ദൈവം അനുഗ്രഹിക്കട്ടെ.